ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് SSLC-ക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കുറേ ദിവസമായിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ് സോഷ്യൽ സയൻസിൻ്റെ ഒരു സ്റ്റഡി ടിപ്പ് വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. കാരണം പലവർക്കും ഹിസ്റ്ററി ജോഗ്രഫി എങ്ങനെ പഠിക്കേണ്ടതെന്ന് മനസ്സിലായിട്ടില്ല. പലവർക്കും വളരെ ടഫായിട്ടാണ് ഹിസ്റ്ററി ജോഗ്രഫി തോന്നുന്നതെന്നൊക്കെ കമൻറ്റ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കേണ്ട, ലെറ്റ്സ് ബിഗിൻ. നമുക്കറിയാം സോഷ്യൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഹിസ്റ്ററി ജോഗ്രഫി രണ്ട് സബ്ജക്റ്റുകൾ കവർ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് സബ്ജക്റ്റിനും കൂടിയിട്ട് ഒരു ഒറ്റ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു ഒറ്റ എക്സാമിൽ 80 മാർക്സിനായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ദെൻ ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഷഫിൾഡ് ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, സിലബസ് ടഫായോ എന്നുള്ളത് പലവർക്കുള്ളൊരു സംശയമാണ്. എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ അത്രയ്ക്കൊന്നും സിലബസ് ടഫായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023-24 വരെ ഉണ്ടായിരുന്ന 9th സിലബസും 2024-25 വരെ ഉണ്ടായിരുന്ന ഈ കഴിഞ്ഞ 10th സിലബസും കൂടി ചേർന്നിട്ടുള്ള ഒരു കമ്പൈൻഡ് വേർഷനാണ് 10th സിലബസായിട്ട് പുതിയതായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്. എന്ന് വെച്ചിട്ട് പുതിയ ടോപ്പിക്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. പുതിയ ടോപ്പിക്സും ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മുന്നേ ഉണ്ടായിരുന്ന കുറേ ടോപ്പിക്സ് അതേപോലെ തന്നെ അവരവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ കൃത്യമായ രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് പഠിച്ചു പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് പിന്നീട് ഒരു ബേർഡൻ ആയിട്ട് മാറും. എന്തായാലും നിങ്ങൾക്ക് നല്ല മടിയാവും പിന്നീട് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം കുറേ കാര്യങ്ങൾ ഹിസ്റ്ററിയിലാണെങ്കിലും ജോഗ്രഫിയിലാണെങ്കിലും പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും കൃത്യമായ രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡേ ടു ഡേ ആയിട്ട് പഠിച്ചിട്ട് പോവുക. എന്തായാലും കുറച്ച് ദിവസം കൂടി ഉണ്ട് വെക്കേഷൻ തീരാനായിട്ട്. അപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ മാക്സിമം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ സ്കൂളിൽ പോയിട്ട് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു റിവിഷനായിട്ടായിരിക്കും അവിടുത്തെ ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കാനും നല്ല രീതിയിൽ തന്നെ ആ ഒരു ടോപ്പിക്കിനെ മോഡിഫൈ ചെയ്തെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു കാര്യമാണ് ലെക്ചേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങളൊരു ഓഫ്ലൈൻ ട്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഓൺലൈൻ ലെക്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അവിടുത്തെ ക്ലാസ്സസ് നല്ലതാണെങ്കിൽ. ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സസ് കാണുന്ന ആളാണെങ്കിൽ ഏത് ക്ലാസ് ആണെങ്കിലും ആദ്യം ആ ക്ലാസ് ഒന്ന് കേൾക്കുക, നല്ല രീതിയിൽ കേട്ടിരിക്കണം. അതേപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ക്ലാസ്സിനോടൊപ്പം തന്നെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്, നല്ല ഇഫക്റ്റീവുമാണ്. അപ്പോൾ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഷോർട്ട് നോട്ട്സ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നല്ല സിമ്പിൾ ലാംഗ്വേജിൽ എഴുതി തീർത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ റിവൈസ് ചെയ്യുന്ന നേരത്തെ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിലെ മിക്ക പോയിൻറ്റ്സ് നമുക്ക് ഡൗട്ടില്ലാതെ വരും. നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. കാരണം നമ്മൾ മുന്നേ ക്ലാസ് കേട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ അവർ പറയുന്ന പോയിൻറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ നോട്ട് ചെയ്ത് പോയിട്ടുണ്ട് സിമ്പിളായിട്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് വലിയ ഡൗട്ടൊന്നും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ മാക്സിമം ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ക്ലാസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക. എഴുതിയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടത്തേക്ക് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു ബേർഡൻ ആയിട്ട് മാറും. പിന്നെ നല്ല മടി തോന്നും അത് പഠിക്കാൻ വേണ്ടിയിട്ട്. മാക്സിമം നമ്മൾ ലെക്ചർ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ടോപ്പിക്ക് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു കാര്യമാണ് മീനിങ്സ് എഴുതി വയ്ക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് അറിയാത്ത പോയിൻറ്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ അറിയാത്ത വേർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ മീനിങ് മലയാളത്തിൽ എഴുതി വയ്ക്കുക. അത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. പിന്നെ അടുത്തൊരു കാര്യമാണ് ടെക്സ്റ്റ് ബുക്കിനെ എത്രത്തോളം നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിനെയൊക്കെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസോഴ്സാണ്. നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ടെക്സ്റ്റ് ബുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നതിലൂടെ. ഷോർട്ട് നോട്ട്സിനേക്കാൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ടെക്സ്റ്റ്. കാരണം ടെക്സ്റ്റിൽ പറയുന്ന പല പോയിൻറ്റ്സും നമുക്ക് ഷോർട്ട് നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം എന്താണ്, ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് നമ്മളുടെ സിമ്പിൾ ലാംഗ്വേജിൽ ക്വിക്കായിട്ട് എഴുതുന്ന ഒരു നോട്ടാണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പോയിൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിനെ എന്തായാലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിച്ചിരിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും കാണാപ്പാഠം പഠിക്കരുത്. മാക്സിമം ബൈ ഹാർട്ട് പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഏറ്റവും നല്ലത് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് പറ്റാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുക. അഥവാ ഒരാൾക്ക് പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ എന്തായാലും ഷുവറാണ് ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തറവായിട്ട് മനസ്സിലാവും. കുറേ കാലം നിങ്ങളുടെ മനസ്സിൽ ആ ടോപ്പിക്ക് ഉണ്ടായിരിക്കും. എക്സാമിന് എഴുതുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ എഴുതാനും പറ്റും. അതേപോലെ പോയിൻറ്റ്സ് പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാനും പറ്റും. ഇഫ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് അഥവാ ഒരു പോയിൻറ്റ് മിസ്സായി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ആ പോയിൻറ്റ് സ്റ്റക്കായി കഴിഞ്ഞാൽ ആ ഒരു പോയിൻറ്റിന് ശേഷമുള്ള പോയിൻറ്റ്സ് ഒന്നും നമുക്ക് കിട്ടണമെന്നില്ല.
അത് കണ്ടുപിടിക്കുക പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് 80 മാർക്സിനൊക്കെ എക്സാം എഴുതുക എന്ന് പറയുമ്പോൾ എസ്സേസ് വരുന്നുണ്ടായിരിക്കും, ഷോർട്ട് എസ്സേ വരുന്നുണ്ടായിരിക്കും, വൺ വേർഡ്സ് വരുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നോക്കി വരുമ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടായിരിക്കും ബൈഹാർട്ട് പഠിക്കുമ്പോൾ. അപ്പോൾ ബൈഹാർട്ട് പഠിക്കാതിരിക്കുക, മാക്സിമം നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഇനി അടുത്തൊരു കാര്യമാണ് ഒരു കഥ പോലെ പഠിച്ചു വെക്കുക. ഈ കഥ പോലെ പഠിക്കുക എന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അത് എല്ലാ സബ്ജക്റ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഒരു ടോപ്പിക്ക് നമുക്ക് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ അതൊരു കഥ പോലെ പഠിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് സിമ്പിളായിട്ട് മാറും. അത് കുറേ കാലം നമുക്ക് നീണ്ടു നിൽക്കും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സിനിമയുടെ കഥ കണ്ടു അല്ലെങ്കിൽ കേട്ടു, ആ സിനിമയുടെ കഥ കുറേ കാലം നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അതേപോലെ ഒരു പഠിക്കുന്ന ടോപ്പിക്ക് നമ്മളൊരു കഥ പോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്കതൊരു കുറേ കാലം നമുക്കത് ഓർമ്മ നിൽക്കും, നമുക്ക് നല്ല രീതിയിൽ അത് യൂസ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടഫായിട്ടുള്ള ടോപ്പിക്സൊക്കെ എന്തായാലും ഒരു സ്റ്റോറി പോലെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതൊരു ട്രിക്കാണ്. ആൻഡ് ദെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കോഡ്സൊക്കെ പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു പോയിൻ്റാണ് കൺഫ്യൂഷനുള്ള ടോപ്പിക്കുകളെ കൂടുതലായിട്ട് നമ്മൾ റിസർച്ച് ചെയ്ത് പഠിക്കുക. റിസർച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അത്ര നല്ല രീതിയിൽ നമ്മൾ റിസർച്ച് ചെയ്യണമെന്നൊന്നുമല്ല പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു എസ്സേ വരികയാണ്. അത് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയാസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കുറച്ചും കൂടി നോളജ് നിങ്ങൾക്ക് കുറേ റിസോഴ്സസ് ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ടോപ്പിക്കുകളൊന്നും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിന് കൂടുതലായിട്ടുള്ള നോളജ് ഒരു പഠിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് എസ്സേ ഒക്കെ വരുന്ന 6 മാർക്കിൻ്റെ എസ്സേക്കൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒരു നോളജ് ക്രിയേറ്റ് ചെയ്യണം, ബേസ് ക്രിയേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ഇനി അടുത്തൊരു കാര്യമാണ് PYQ എങ്ങനെയാണ് നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സും പഴയ സിലബസിൽ നിന്ന് ഡിലീറ്റ് ആക്കിയിട്ടില്ല. അതിൽ കുറേ സിലബസും കുറേ ടോപ്പിക്സും ഒക്കെ അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ആ ടോപ്പിക്സിൽ വന്നിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുറേ ടോപ്പിക്സുകളുണ്ടെങ്കിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പഠിക്കുക. അത് തന്നെ പഠിച്ചാൽ നമുക്കൊരു ഐഡിയ കിട്ടും. മെയിനായിട്ടുള്ള കോർ ടോപ്പിക്സൊക്കെ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. മോഡൽ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ കിട്ടുക ചോദിച്ചു കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻ ബാങ്ക്സും നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. അതേപോലെ ഓൺലൈനായിട്ട് തന്നെ HSS ലൈവ് പോലെയുള്ള വെബ്സൈറ്റുകൾ ഓൺലൈൻ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരുടെ റിസോഴ്സസിനെയും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. നല്ല റിസോഴ്സസ് തന്നെയാണ്. അടുത്തൊരു കാര്യമാണ് നമുക്ക് പല വർഷങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ലൈനായിട്ട് നമ്മളൊരു പേപ്പറിൽ എഴുതി വെക്കുക. ആൻഡ് ദെൻ വാളിൽ സ്റ്റിക്ക് ചെയ്യുക. നമുക്ക് എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്തിട്ട് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് വായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയേഴ്സ് പഠിക്കുക എന്ന് പറയുമ്പോൾ മാക്സിമം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഒന്ന് റിവൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആ ഒരു വർഷങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ടെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സ്റ്റഡി ടിപ്പാണ് കോഡുകൾ യൂസ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഫൗണ്ടേഴ്സിൻ്റെയും ഫോമേഴ്സിൻ്റെയും ഒക്കെ പേര് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് എന്തായാലും പഠിക്കാനൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും അവരുടെയൊക്കെ പേര് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഒരു കോഡൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കുക. കാരണം കോഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരുന്ന സമയത്ത് ഓരോരുത്തരുടെ പേരൊക്കെ കോഡുകൾ വെച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അത് നല്ല രീതിയിൽ യൂസ് ആവും. അതുപോലെ തന്നെ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിലെ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ഒക്കെ ഒരു മൈൻഡ് മാപ്പ് പോലെ വരച്ച് പഠിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അവസാന നിമിഷം റിവൈസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ യൂസ് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൈൻഡ് മാപ്സ്, നെമോണിക്സ്, കോഡ്സ്, ടൈം ലൈൻസ് ഇങ്ങനെയുള്ള നിരവധി സ്റ്റഡി ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ സോഷ്യൽ സയൻസ് സ്മൂത്ത് ആയിട്ട് പഠിച്ചു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അൺടിൽ ദെൻ ബൈ.